തൃശൂർ കൂർക്കഞ്ചേരിയിലാണ് അക്ഷയ എന്ന യുവതിക്ക് വോട്ട് ചെയ്യാനുള്ള അനുമതി നിഷേധിച്ചത്. പ്രിസൈഡിംഗ് ഓഫീസറാണ് ഇത്തരത്തിൽ വോട്ട് ചെയ്യാനുള്ള അനുമതി നിഷേധിച്ചത്. വിരലിൽ മുറിവ് പറ്റിയതിനാൽ വിരലിൽ കെട്ടിവെച്ചിരിക്കുകയായിരുന്നു. അത് കാരണമാണ് വോട്ട് ചെയ്യാനുള്ള അനുമതി നിഷേധിച്ചത്. എന്നാൽ അതിൽ പിന്നീട് വലിയ തരത്തിലുള്ള വാക്കേറ്റം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്തു. അക്ഷയയുടെ പ്രതികരണത്തിനായിട്ട് ഇപ്പോൾ ശ്രമിക്കുകയാണ്. അക്ഷയയുടെ പ്രതികരണം ഇക്കാര്യത്തിൽ കേൾക്കാം. എനിക്ക് വോട്ട് ചെയ്യാൻ സാധിച്ചു. നിലപാട് എന്തായിരുന്നു? അവർ എന്താണ് തടസ്സം പറഞ്ഞത്? എൻ്റെ ഈ കൈയിൻ്റെ ഇത് അഴിച്ചു മാറ്റണം എന്നാണ് അവർ പറഞ്ഞത്. അവർക്ക് വിശ്വാസമാവണില്ല എനിക്ക് ഇഞ്ചുറി പറ്റിയിട്ടുള്ളത്. അവർ ഡോക്ടറെ പ്രിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് അവർ വിശ്വസിക്കാനായിട്ട് തയ്യാറാവണില്ല. മേലുദ്യോഗസ്ഥരോട് വിളിച്ച് പറയിച്ചിട്ട് അവർ നേരിട്ട് ഇടപെട്ടിട്ടും അവർ ഒന്നിനും തയ്യാറായില്ല. ഇപ്പോൾ 6 മണി ഈ സമയം, 1:30 വന്നതാണ് ഞാൻ. ഇത്ര മണിക്കൂറിനൊടുവിലാണ് എനിക്കിത് ചെയ്യാൻ സാധിച്ചത്. പക്ഷേ ജനാധിപത്യ വിശ്വാസി എന്ന നിലയിൽ ഇന്ന് നടത്തുന്ന അനുഭവത്തെ നിങ്ങൾ എങ്ങനെ നോക്കി കാണുന്നു? ഈ രീതിയിൽ പോകേണ്ട കാര്യമുണ്ടായിരുന്നോ? ഇല്ല, ഇത് എനിക്കുള്ള അനുഭവം ആർക്കും ഉണ്ടാവരുതെന്നാണ് എൻ്റെ ആഗ്രഹം. അതെ, ഞാൻ ഇവിടെ 1:30 വന്നാണ്. എൻ്റെ മോളും ഞാനും എൻ്റെ അച്ഛനും അമ്മയും വന്നതാണ്. അമ്മ തിരിച്ചു പോയി. ഞാനും എൻ്റെ അച്ഛനും 1:30 വന്നിട്ട് ഇതിപ്പോൾ 6 മണി സമയം. ഞാനും അച്ഛനും ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. ഞാൻ എൻ്റെ സ്വന്തം വീട് കണ്ണംകുളങ്ങര, ഹസ്ബൻഡിന്റെ വീട് അനന്തപുരം. ഞാൻ അവിടെ നിന്നാണ്. അവര് ഇത് ഇഞ്ചുറി കാണണം എന്നുള്ള വാശിയിൽ തന്നെയായിരുന്നു. എന്ത് പറഞ്ഞിട്ടും ആള് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഓഫീസർ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ആളിത് അപ്പോൾ വിരലില്ലാത്തവർക്ക് മാത്രം മറ്റേ ഫിംഗറിൽ ഇത് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ആള് പറഞ്ഞത്. മറ്റ് സഹപ്രവർത്തകരടക്കം മറ്റു പേരിൽ ചെയ്തോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആള് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അത് നിയമവിരുദ്ധമാണെന്ന് ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പലതവണ കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ടു, അവരെ കാര്യങ്ങൾ അറിയിച്ചു. അതിനുശേഷം കളക്ടർ വിളിച്ച് പറയിക്കുന്നു പറഞ്ഞിട്ടും കളക്ടർ വന്നാലും എന്തായാലും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് ആള് ഓഫീസർ. ഇത്ര ഫൈറ്റ് ചെയ്തിട്ട് ഒരു വോട്ട് ചെയ്തപ്പോൾ എന്താണ് കുറെ കാലമല്ല വോട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് എന്ത് തോന്നുന്നു? അഭിമാനം തോന്നുന്നു. ജനാധിപത്യത്തിന് വേണ്ടി. അതെ, ഇത്ര മണിക്കൂറുകൾ. അതെ, ഇത്ര മണിക്കൂർ വീഴ്ച നിന്നിട്ട് വോട്ട് ചെയ്യാൻ പറ്റിയോ ഇല്ലയോ ഒന്നും അറിയാത്തതിന്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വോട്ട് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷിക്കുന്നു. ഭക്ഷണം കഴിച്ചില്ല, അച്ഛൻ കാത്തു നിൽക്കുന്നതായിരുന്നു. വളരെ ഇമോഷണൽ ആയിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടായ ഒരു സമയമായിരിക്കും കടന്നുപോയത് അല്ലേ? അതെ അതെ, എല്ലാവരും വിളിച്ചു പറയലും ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ വേറെ അതൊന്നും പോരാ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഏതായാലും സ്വാതി 6 മണിക്കൂറിലേറെ സമയം കാത്തിരുന്നതിന് ശേഷം വലിയ പ്രതിഷേധങ്ങളുണ്ടായി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അടക്കമുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ ഈ വിഷയത്തിൽ ഇടപെട്ടു. ജില്ലാ കളക്ടർ വരണാധികാരി നേരിട്ട് ഉദ്യോഗസ്ഥയായിട്ടുള്ള പ്രിസൈഡിംഗ് ഓഫീസറായിട്ടുള്ള മഞ്ജു ജിയോട് ആവശ്യപ്പെട്ടു. ADM നേരിട്ട് സ്ഥലത്തെത്തി അവർക്ക് വോട്ട് ചെയ്യാൻ അവസരമൊരുക്കണമെന്നുള്ള നിർദ്ദേശം നൽകി. ഇതെല്ലാം ഉണ്ടായിട്ടും 6 മണിക്കൂറോളം ഒരു യുവതിക്ക് കാത്തിരിക്കേണ്ടി വന്നു. ഒരു പിഞ്ചു കുഞ്ഞുമായി വന്ന യുവതിക്ക് ഇവിടെ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി കാത്തിരിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ ഒരു സംഭവം, മനുഷ്യത്വ വിരുദ്ധമായ ഒരു സമീപനം. അതോടൊപ്പം തന്നെ ജനാധിപത്യ അവകാശം, മൗലിക അവകാശം ലംഘിക്കപ്പെടുന്ന ഒരു സമീപനം ഇത്തരത്തിലൊരു ഉദ്യോഗസ്ഥയുടെ ഭാഗത്ത് നിന്ന്, അത് തെരഞ്ഞെടുപ്പ് ഏറ്റവും സുഗമമായി നടത്താൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥയുടെ ഭാഗത്ത് നിന്നുണ്ടായത് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥിതിക്ക് തന്നെ, കുറ്റമറ്റ രീതിയിൽ നടന്നു വരുന്ന ഇലക്ഷൻ സംവിധാനങ്ങൾക്ക് തന്നെ നാണക്കേടുണ്ടാക്കുന്ന സംഭവമാണ്. പക്ഷേ സമയോചിതമായ പ്രതിഷേധം അവിടെ ഉണ്ടായി. രാഷ്ട്രീയ വ്യത്യാസമില്ലാത്ത പിന്തുണ അവർക്കുണ്ടായി, ആ യുവതിക്കുണ്ടായി. അവർക്ക് കൈക്കുഞ്ഞുമായി മണിക്കൂറുകളോളം കാത്തിരുന്ന് നിന്നിട്ടാണെങ്കിലും വോട്ട് ചെയ്യാനുള്ള അവസരമുണ്ടായി. അത് ജനാധിപത്യത്തിന്റെ വിജയമാണ്, ഈ നാട്ടിലെ രാഷ്ട്രീയ സംവിധാനങ്ങളുടെ വിജയമാണ്, പൗരത്വത്തിൻ്റെതായിട്ടുള്ള ഒരു അംഗീകാരമാണ്. ഏതായാലും അക്ഷയയ്ക്ക് ആ അവസരം ലഭിച്ചിരിക്കുന്നു, വോട്ട് ചെയ്യാനുള്ള അവസരം ലഭിച്ചിരിക്കുന്നു. ജനാധിപത്യ അവകാശം വിനിയോഗിക്കാനുള്ള അവസരം പൂർണ്ണമായും ലഭിച്ചിരിക്കുന്നു. 6 മണിക്കൂറത്തെ കാത്തിരിപ്പിന് ശേഷം പ്രതിഷേധങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും ഒടുവിൽ വോട്ട് ചെയ്ത് അത് പൂർത്തീകരിച്ച് അക്ഷയും കുഞ്ഞും കുടുംബവും മടങ്ങുകയാണ്. നാടകീയമായ സംഭവങ്ങളാണ്
കഴിഞ്ഞ 6 മണിക്കൂറിലേറെ നടന്നത്. അതിനിടയിൽ മാധ്യമപ്രവർത്തകർ ജോലി ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിനിടയിലേക്ക് അവരെ കടത്തിവിടാതെ അവരെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ അനുവദിക്കാതെ മാധ്യമപ്രവർത്തകരുടെ നേരെ കയ്യേറ്റം ചെയ്യുന്ന സമീപനവും ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അത്തരം ചില ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ഇവിടെ നടന്ന വലിയൊരു പ്രതിഷേധത്തിന് വിജയം കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അക്ഷയയ്ക്ക് വോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും LDF പ്രവർത്തകർ അവരുടെ പ്രതിഷേധം ഇപ്പോൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഈ ഉദ്യോഗസ്ഥയെ സസ്പെൻഡ് ചെയ്യണമെന്നുള്ളൊരു ആവശ്യമാണ് CPI നേതാക്കളടക്കം ഉന്നയിക്കുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി പൂർത്തീകരിക്കുന്നതിനടക്കമുള്ള ആവശ്യങ്ങൾക്കായി ഈ മഞ്ജു ജി എന്ന പ്രിസൈഡിംഗ് ഓഫീസർ ഇപ്പോഴും ഈ പോളിംഗ് ബൂത്തിൽ കൂർക്കഞ്ചേരിയിലെ 205 നമ്പർ കുറുക്കഞ്ചേരിയിലെ 205 നമ്പർ ബൂത്തിൽ തുടരുകയാണ്. ഏതൊക്കെയാലും വലിയ പ്രതിഷേധമാണ് ഇവിടെ ഉണ്ടായത്. പ്രതിഷേധങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയത് CPI നേതാവായ VS സുനിൽകുമാറും LDF പ്രവർത്തകരും മറ്റുമാണ്. അദ്ദേഹം ഏതായാലും നമ്മളോടുകൂടി സംസാരിക്കും. ആ പരാതിയുടെ ശരി ലെവിൻ, എന്തായാലും